ഷോൺ ജോർജ്, തൽക്കാലം നമുക്ക് കേരളത്തിലേക്ക് വരാം. വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തിയ ഒരു മണ്ഡലമാണ് പാലക്കാട്. പക്ഷേ പരാജയമുണ്ടായി. UDFനെ വിജയിപ്പിച്ചത് ആര്? ഇതുമായി തന്നെ പറയട്ടെ, ഇത് വലിയ ഉത്തരവാദിത്തം. വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, അതിനുശേഷം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇതെല്ലാം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ഇന്ന് KPCC പ്രസിഡന്റ് സ്റ്റേറ്റ്മെന്റ് ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ ഇത് UDFന്റെ ഒരു തിരിച്ചുവരവ് എന്ന നിലയിൽ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവിടെ ഈ മത്സരത്തിൽ വിജയം UDFനാണ് എന്ന് ഏറെക്കുറെ സൂചന ലഭിച്ചപ്പോൾ തന്നെ SDP-യും ജമാഅത്തെ ഇസ്ലാമിയും അവിടെ പ്രകടനം നടത്തുന്ന സാഹചര്യം ഉണ്ടായി. ഞാൻ പറഞ്ഞത്, ഇവിടെ നമ്മൾ ആരും മനസ്സിലാക്കാത്ത ഒരു വലിയ മൂവ്മെന്റ് കേരള സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ, ഞാൻ പറയട്ടെ, 2021 ഇവിടെ വേണുചേട്ടൻ ഇരിപ്പുണ്ട്. വേണുചേട്ടൻ അത് ഒരു പക്ഷേ വേണുചേട്ടൻ അത് ഓർഡർ ചെയ്യുമെന്ന് എനിക്കറിയില്ല. എങ്കിൽ പോലും ഇപ്പൊ എന്താണ് 2021 BJP-യുടെ ഭാഗമായിട്ടല്ല PC ജോർജ് പൂഞ്ഞാറിൽ മത്സരിച്ചത്. PC ജോർജ് സ്വതന്ത്രമായിട്ടാണ് മത്സരിച്ചത്. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്തോ അത് തന്നെയാണ് പാലക്കാട് സംഭവിച്ചത്. ഞാൻ പാലക്കാട് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇവിടെ ഈ വേണിച്ചേട്ടൊക്കെ പാലക്കാട് വന്നിട്ടുണ്ടായിരുന്നു. പാലക്കാട് പ്രധാനപ്പെട്ട ചർച്ച എന്ന് പറയുന്നത് BJP-യുടെ ജയപരാജയം മാത്രമായിരുന്നു. അവിടെ BJP-യെ തോൽപ്പിക്കുക എന്നുള്ള ഒറ്റ അജണ്ടയിലായിരുന്നു മുഴുവൻ സംഘാംഗങ്ങളും ഒരുമിച്ച് പ്രവർത്തിച്ചത്. അവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ഷമീർ മത്സരിച്ചു. ഈ ഷമീർ പഴയ ജനപക്ഷത്ത് പ്രവർത്തിച്ച ആളാണ് ഷമീർ. അപ്പോ ഞാൻ യഥാർത്ഥത്തിൽ പാലക്കാട് അദ്ദേഹം DMK-യുടെ സ്ഥാനാർത്ഥിയായിട്ട് രംഗത്ത് വരികയും പിന്നീട് DMK സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പിൻവലിക്കാതെ അവിടെ മത്സരിക്കുകയും ചെയ്ത ആളാണ്. അപ്പൊ ഈ ഷമീറാണ് ആ ഷമീർ എന്ന് എനിക്കറിയില്ല. ഞാൻ പാലക്കാട് പ്രചരണത്തിന് വേണ്ടി പാലക്കാട് ഞാൻ 2 ദിവസം ഉണ്ടായിരുന്നു. അവിടെ വന്നിട്ട് ഷമീറിന്റെ പോസ്റ്റർ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതാണ് ആ ഷമീർ എന്ന് മനസ്സിലായത്. ഞാൻ പക്ഷെ ഷമീറിനെ വിളിക്കാൻ പോയില്ല. കാരണം വിളിച്ചാൽ അത് പറയാം ഷമീറിനെ BJP പ്ലേസ് ചെയ്യാന്ന് പറയുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ വിളിക്കാതിരുന്നത്. പക്ഷേ ഇന്നലെ വൈകിട്ട് ഷമീർ എന്നെ വിളിച്ചു. ഷമീർ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഷമീറിനെ ചോദിച്ചു, ഷമീറെ, എന്താണ് നിന്റെ ഒരു വിലയിരുത്തൽ? നീ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ആളാണല്ലോ, ഷമീർ, നിന്റെ വിലയിരുത്തൽ എന്താണ്? ഒന്നും പറയാൻ പറ്റില്ല. UDFന് ചെറിയ മേൽക്കൈമയുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എന്നാൽ പോലും നിനക്ക് എത്ര വോട്ട് കിട്ടും? അപ്പൊ ഷമീർ പറഞ്ഞു, ചാക്കോച്ച, എനിക്കൊരു 4 മുതൽ 5000 വോട്ട് വരെ കിട്ടും. ഇന്ന് ഷമീർ എത്ര വോട്ടാണ് ഇപ്പോൾ ഉള്ളതെന്ന് എനിക്കറിയില്ല, ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. ഷമീറിന് ഞാൻ പറഞ്ഞു, ഷമീറെ, 500 മുതൽ 1000 വോട്ടിന് താഴെ ഷമീറിന് കിട്ടൂ. ഷമീർ അപ്പൊ എന്നോട് തർക്കിച്ചു. ചാക്കോച്ച, അങ്ങനെയല്ല, എന്റെ കൂടെ പ്രവർത്തനത്തിന് ഇറങ്ങിയ ആളുകളുടെ എണ്ണവും ഞാൻ വിളിച്ച കൺവെൻഷൻ വന്ന ആളുകളുടെ എണ്ണവും മാത്രം 2000-ലധികം പേര്, അവരുടെ കുടുംബം കൂടെ വരുമ്പോൾ ഉറപ്പായിട്ട് 5000-ലധികം വോട്ട് കിട്ടും. പക്ഷെ ഞാൻ പറഞ്ഞു, ഷമീറെ, ഷമീർ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയാണ്, ശരിയാണ്. പക്ഷെ കുടുംബത്തിനകത്തുനിന്നല്ലാതെ പുറത്തുനിന്ന് വോട്ട് ഷമീർ വരില്ല. കാരണം അവിടെ നടന്ന പ്രചരണം എന്ന് പറയുന്നത്, ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മുടെ ഒരു വോട്ട് പാഴായി ഇടതുപക്ഷത്തേക്കോ അല്ലെങ്കിൽ മറ്റു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ഷമീറിനെ പോലെയുള്ള ആളുകൾക്കോ പോയാൽ അവിടെ തോൽക്കാൻ പോകുന്നത് ഈ പറയുന്ന പോലെ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമാണ്. അപ്പൊ BJP അവിടെ ജയിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്ന ഏത് വിധേനയും തടയണം. അതുകൊണ്ട് ഏത് വിധേനയും ആ വോട്ട് കൺസോൾട്ട് 22.45% മുസ്ലിം വോട്ടുകളുള്ളൊരു പ്രദേശമാണ്. നമുക്കറിയാം, നരേന്ദ്രമോദി 2014 അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യ ഒട്ടാകെ ഇവർ നടത്തുന്ന ഏറ്റവും വലിയ പ്രചരണം എന്ന് പറയുന്നത് ഇപ്പൊ പീഡിപ്പിക്കാൻ പോകുന്നത് 10 വർഷമായി ഇതുവരെ ഒരു പീഡനം നടന്നതായി നമുക്കറിയത്തില്ല. എങ്കിൽ പോലും നരേന്ദ്രമോദി എന്ന ഭീകരൻ ഇവിടെ എല്ലാവരെയും പീഡിപ്പിക്കാൻ പോകുന്നുള്ള വലിയ മെസ്സേജ് നമുക്കറിയാം. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഈ സംഘടനകൾക്കൊക്കെ ഉണ്ടായ വലിയ വളർച്ച നമ്മൾ കണ്ടതാണ്. അതിനേക്കാൾ ഉപരി ഞാൻ പറയാം, ഇപ്പം ലീഗിന്റെ സാഹചര്യം തന്നെ നേരത്തെ ഏറ്റവും വലിയ ലീഗ് നമുക്കറിയാം. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാം ബഹുമാനത്തോടു കൂടി കണ്ടിരുന്ന പാണക്കാട്ട് ശിഹാബ് തങ്ങൾ ഒരു പരിധിവരെ ഇവിടെ വലിയ വർഗീയ കലാപങ്ങളിലേക്ക് ഈ നാട് പോകുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അദ്ദേഹത്തിന്റെ ഒറ്റ വാക്കിൽ ഈ നാടിനെ സമാധാനത്തിൽ പിടിച്ചു നിർത്തിയ വ്യക്തിയാണ് പാണക്കാട് ശിഹാബ് തങ്ങൾ. പക്ഷെ ഇന്ന് ആ സ്ഥാനം വഹിക്കുന്ന തങ്ങൾക്കത് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അത്തരം കാര്യങ്ങളിൽ ഇടപെടാനോ പറയാനോ കഴിയുന്നില്ല. ഇത്തരം സംഘടനകളുടെ കീഴിലേക്ക് വരുന്നത് ഞാൻ പറയുമ്പോൾ ഒരുപക്ഷെ വേണുചേട്ടൻ എന്നോട് വഴക്കുണ്ടാക്കരുത്. ഞാൻ കഴിഞ്ഞ ഒരു 2 വർഷക്കാലം എടുത്തു പറയട്ടെ, വടകരയിൽ ഷാഫിയെ സ്ഥാനാർത്ഥിയാക്കി അവിടെ നിന്നും K മുരളീധരൻ തൃശ്ശൂരേക്ക് വന്നപ്പോൾ ഇവിടെ എല്ലാം ഒരു സ്ട്രാറ്റജിക്കൽ അല്ലെങ്കിൽ ഒരു ഭയങ്കരമായ കോൺഗ്രസിന്റെ ഒരു സ്ട്രാറ്റജിയായി അതിനെ വിലയിരുത്തി. അതിനെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്നാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ വിലയിരുത്തിയത്. എന്താണ്? തൃശ്ശൂരിലേക്ക് സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ K മുരളീധരനെ എത്തിക്കുന്നു. അതായിരുന്നു പ്രധാനപ്പെട്ട വാർത്ത. പക്ഷെ പ്രധാനപ്പെട്ട വാർത്ത അതല്ലായിരുന്നു.
വടകരയിലേക്ക് ഷാഫിയെ എത്തിക്കുന്നതായിരുന്നു പ്രധാനപ്പെട്ട വാർത്ത. അത് നമ്മൾ ആരും ശ്രദ്ധിച്ചില്ല. ഷാഫി അവിടെ വരികയും അവിടെ ഷാഫി ജയിച്ചു വരികയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. എന്നാൽ തൃശ്ശൂരേക്ക് വന്ന കെ മുരളീധരൻ 3ാം സ്ഥാനത്തേക്ക് പോയി. ഞാൻ ഇപ്പോഴും പറയുന്നു, ഇന്ന് കോൺഗ്രസിന് അപ്പുറത്തേക്ക് ഇവിടുത്തെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഷാഫി വളർന്നിരിക്കുന്നു. ഞാൻ അതാ പറഞ്ഞത്, വേണിച്ചേട്ടൻ ചിലപ്പോൾ ഇപ്പോൾ വഴക്കുണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ പറഞ്ഞതാണ്. ഇവിടുത്തെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഷാഫി വളർന്നിരിക്കുന്നു. ആ സാഹചര്യത്തിൽ ഇപ്പോൾ വന്നിട്ടുള്ള ഈ ബലം എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു ഐ ഓപ്പണറാണ്. ഇവിടെ ഞങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന 1.5 വർഷക്കാലം ഞങ്ങൾക്ക് ജനങ്ങളെ ഇനി പറഞ്ഞു മനസ്സിലാക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് എന്തൊക്കെയാണ് എന്നുള്ളത് പ്രകടമായി തന്നെ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും SDPI പോലെയുള്ള സംഘടനകളുടെ സോഷ്യൽ മീഡിയ സൈറ്റ് മാത്രം ഇന്ന് പരിശോധിച്ചാൽ മതി എന്ത് പാലക്കാട് നടന്നു എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് ഈ ധ്രുവീകരണത്തെ കൃത്യമായി വിലയിരുത്താനും അത് ജനങ്ങളിലേക്ക് പറഞ്ഞു കൊടുക്കുവാനും അത് ജനങ്ങളുടെ കടയിൽ കൃത്യമായി എത്തിക്കുവാനുമുള്ള വലിയ കടമ 1.5 വർഷക്കാലം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഓരോ പ്രവർത്തകർക്കും നേതാക്കൾക്കുമുണ്ട്. ആ വലിയ തിരിച്ചറിവ് അത് ജനങ്ങൾ ഇത് എത്രമാത്രം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്കറിയാം, മതേതരത്തിന്റെ നാടാണ് എന്ന് പറയുന്ന കേരളമാണ് മതേതരത്വം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാൻ മേലാത്ത സാഹചര്യത്തിലാണ് പൊക്കോണ്ടിരിക്കുന്നത്.